ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കദന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴിതെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൻ വാൾമുനയേന്തി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയ. അടുത്തതായി സ്വാഗതം ആശംസിക്കുവാനായി പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ പോളി ചെമ്പനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ജെയിംസ് എസ് ജെ, ഉദ്ഘാടകൻ പ്രശസ്ത കാരിക്കേച്ചർ ആർട്ടിസ്റ്റ് ജയരാജ് വാര്യർ അവരുടെ, വിശിഷ്ട അതിഥിയായ ഫാദർ തങ്കച്ചൻ പോൾ ഞാളിയത്ത്, നമ്മുടെ സെക്രട്ടറിയായ വിനോദ് വർഗീസ്, ട്രഷറർ ജിസോയ്, മറ്റ് ക്ഷണിക്കപ്പെട്ട അതിഥികളെ, കുടുംബാംഗങ്ങളെ, കൊച്ചുകുട്ടികളെ, നമുക്കെല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ് ഇന്ന്.
കാരണം ഇന്ന് നെടുമ്പാശ്ശേരി കുടുംബ കൂട്ടായ്മയുടെ 2ാം വാർഷികം ആഘോഷിക്കുകയാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ സംഘടന വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നല്ല ഒരു ഭരണഘടനയും ജനാധിപത്യ രീതിയുമുള്ള വ്യക്തമായ ലക്ഷ്യങ്ങളുള്ള ഒരു സംഘടന ആയി നെടുമ്പാശ്ശേരി അസോസിയേഷൻ, നെടുമ്പാശ്ശേരി കുടുംബ കൂട്ടായ്മ മാറി എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും വളരെ നമ്മുടെ സുപ്രസിദ്ധ കാരിക്കേച്ചർ ആർട്ടിസ്റ്റ് ജയരാജ് വാര്യർ അദ്ദേഹത്തിന്റെ കലാജീവിതം തുടങ്ങിയിട്ട് 25 വർഷം തികയ്ക്കുന്ന വർഷമാണ് 2010. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും വിദേശത്തും 25 വർഷമായി ഒറ്റയാൻ പോരാട്ടം നടത്തുന്ന ഈ മഹാപ്രതിഭയെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്കെല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ ആത്മീയ ഗുരുവായ ഫാദർ തങ്കച്ചൻ പോൾ ഞാളിയത്ത്, അദ്ദേഹം നമ്മുടെ 3 പ്രോഗ്രാമിലും പങ്കെടുത്ത ഏക വ്യക്തിയാണ്. അതിൽ നിന്ന് തന്നെ നമ്മുടെ സംഘടനയുമായി അദ്ദേഹത്തിനുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എത്ര തിരക്കുണ്ടെങ്കിലും അദ്ദേഹം നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുകയും നല്ല രീതിയിൽ സംഘടനയ്ക്ക് ആശംസയും പ്രാർത്ഥനയും നൽകുന്നു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി എന്റെ സുഹൃത്തും സംഘടനയുടെ സെക്രട്ടറിയുമായ വിനോജ് വർഗീസ്, അദ്ദേഹം വളരെ നല്ല രീതിയിൽ നമ്മുടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നു. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ട്രഷറർ ജിസോയ്, അദ്ദേഹവും വളരെ ആത്മാർത്ഥമായി സംഘടനയുടെ കണക്കും സാമ്പത്തിക കാര്യങ്ങളും ഭംഗിയായി കൈകാര്യം ചെയ്യുന്നു. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ മറ്റ് ക്ഷണിക്കപ്പെട്ട അതിഥികള്, കുടുംബാംഗങ്ങളാണ് ഈ സംഘടനയുടെ നെടുന്തൂണ്. അവർക്കെല്ലാവർക്കും ഞാൻ ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. അടുത്തതായി അധ്യക്ഷപ്രസംഗത്തിനായി പ്രസിഡന്റ് ശ്രീ ജെയിംസ് എസ് എ ക്ഷണിക്കുന്നു. ഒരു തനതായ സംസ്കാരവും ഏകദേശം തുല്യമായ സാമ്പത്തിക സാമൂഹ്യ ചുറ്റുപാടുകളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുമിക്കാൻ വളരെ എളുപ്പമാണ്. എങ്കിലും നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങളില്ല എന്നല്ല ഞാൻ പറയുന്നത്, പരസ്പരം ചേർന്നു പോകാൻ വളരെ എളുപ്പമുള്ള ഒരു കൂട്ടായ്മയാകേണ്ടതാണ് ശരിക്കും നമ്മുടെ നെടുമ്പാശ്ശേരി കൂട്ടായ്മ. അതിൻ്റെ ഒരു പ്രധാന കാരണം അങ്കമാലി പ്രദേശങ്ങളിലുള്ളവർ ഗൾഫിലും മറ്റ് യൂറോപ്യൻ അമേരിക്കൻ നാടുകളിലൊക്കെ പോയി പൈസ അയച്ച് പിന്നെ മൊത്തത്തിലുള്ളൊരു സാമൂഹ്യ ചുറ്റുപാടിലുള്ള മാറ്റവും അങ്ങനെ ആ മാറ്റങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ ഈവൻ നമ്മളിപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നമ്മുടെ അങ്കമാലിക്കാരുടെ തനതായ സ്വഭാവങ്ങൾ, തനതായ സംസാര രീതികളൊക്കെ ഉണ്ട്. എന്തുട്ര എന്നൊക്കെ ചോദിച്ചിട്ടുള്ള നമ്മുടെ തൃശ്ശൂർക്കാരൻ്റെ ഭാഷയൊക്കെ ഇപ്പം നമുക്ക് ഇപ്പോൾ കേൾക്കാൻ ജയരാജ് വാര്യരിൽ നിന്ന്. അങ്ങനെ പരസ്പരം താങ്ങായി പരസ്പരം സഹായിച്ചുകൊണ്ട് ഈ കുടുംബ കൂട്ടായ്മ അതിൻ്റെ പുരോഗതിയിലേക്ക്, അതിൻ്റെ നല്ല ലക്ഷ്യങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അതിനെല്ലാവരും നമ്മൾ ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. പ്രോഗ്രാം കൺവീനർ നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചും ചാരിറ്റിയെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് സംസാരിച്ചതാണ്. പിന്നെ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് നെടുമ്പാശ്ശേരി കുടുംബ കൂട്ടായ്മ